ഇതേ LP സ്കൂൾ പഠനം പൂർത്തിയാക്കി PSMO കോളേജിൽ നിന്നും ഫറൂഖ് കോളേജിൽ നിന്നും ഉന്നത പഠനം നിർവഹിച്ച ശേഷം B.Ed കോഴ്സ് കഴിഞ്ഞ 1991 നമ്മുടെ സ്കൂളിൽ അധ്യാപികയായി. പ്രവാസം കഴിച്ച് 19 വർഷത്തെ സേവനകാലമാണ് ലുബിന ടീച്ചർക്ക് ഉള്ളത്. ലുബിന ടീച്ചർക്ക് ഈ മഹാവിദ്യാലയത്തിന്റെ ഊഷ്മളമായിട്ടുള്ള സ്നേഹാദരം ബഹുമാനനായ MLA സമർപ്പിക്കുന്നു. അടുത്തത് തിരൂർക്കാട് AM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ പ്രിയങ്കരനായ CH ഫാറൂഖ് മാസ്റ്റർ. തിരൂർക്കാട്ടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മണ്ണാർക്കാട് MES കല്ലടി കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. 1989 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഇസ്ലാമിക് ഹിസ്റ്ററി 1ാം റാങ്ക് നേടി തിരൂർക്കാടിന്റെ അഭിമാനമായിട്ടുള്ള ഫാറൂഖ് മാസ്റ്റർ കോഴിക്കോട്ടെ തളി B.Ed സെന്ററിൽ നിന്ന് അധ്യാപക പരിശീലനം പൂർത്തിയാക്കി 1991 നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്തത്. സംസ്ഥാന, ജില്ലാ, ഉപജില്ലാ തലങ്ങളിൽ അധ്യാപക പരിശീലനത്തിന് നേതൃത്വം നൽകി റിസോഴ്സ് പേഴ്സണായി പ്രവർത്തിച്ചു. മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ നിന്ന് മാപ്പിള കലകളിൽ പരിശീലനം നേടി. സംസ്ഥാന തലം വരെയുള്ള സ്കൂൾ കലോത്സവങ്ങളിലെ സ്ഥിരം വിധികർത്താവാണ് CH ഫാറൂഖ് മാസ്റ്റർ. 34 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഫാറൂഖ് മാസ്റ്റർ വിരമിക്കുന്നത്. അടുത്തത് നമ്മുടെ സഹവിദ്യാലയമായ LP സ്കൂളിന്റെ HM ആയിട്ടുള്ള ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള OP മുഹമ്മദ് അലി മാസ്റ്റർ. സുദീർഘമായ 36 വർഷത്തെ സേവനം. 2021 മുതൽ AMLP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. 1989 സർവീസിൽ പ്രവേശിച്ച OP മുഹമ്മദ് അലി മാസ്റ്റർക്കുള്ള ഉപഹാരം സമർപ്പിക്കുകയാണ്. അടുത്തതായി നമ്മുടെ SMC ചെയർമാൻ പ്രിയങ്കരനായിട്ടുള്ള ബഷീർ അരിപ്ര വരച്ചിട്ടുള്ള നമ്മുടെ പരേതനായ ഈ സ്കൂളിന്റെ സ്ഥാപക മാനേജർ കോൽക്കാട്ടിൽ അലവി ഹാജിയുടെ ഛായാചിത്രം ബഹുമാനപ്പെട്ട MLAക്ക് നൽകി. MLA മാനേജർക്ക് നൽകി അലവി ഹാജിയുടെ ചിത്രം ബഷീർ അരിപ്ര വരച്ചതാണ്. അദ്ദേഹം MLA മാനേജർക്ക് കൈമാറി. ബഷീർ അടുത്തതായി ഈ അക്കാദമിക വർഷം മികവ് പുലർത്തിയ പ്രതിഭകളെ ആദരിക്കുന്നു. ഒരു സ്കൂളിന്റെ അഭിമാനം അവരുടെ നേട്ടമാക്കിയ ഷാജിൽ സുനിൽ PVSനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷാജിൽ സുനിലിന് PTA നൽകുന്ന ഉപഹാരം, അതോടൊപ്പം തന്നെ ജില്ലാ ശാസ്ത്രോത്സവത്തിൽ നേടിയിട്ടുള്ള ഉപഹാരം, അതോടൊപ്പം സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ നേടിയിട്ടുള്ള ഉപഹാരം എന്നിവ ഈ വേദിയിൽ വെച്ച് വിതരണം ചെയ്യുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ A ഗ്രേഡ് നേടിയിട്ടുള്ള അനന്തു P. യൂസിംഗ് സ്ക്രൂ പൈൻ ലീവ്സ് ഇനത്തിൽ സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ A ഗ്രേഡ് നേടിയ ഫാത്തിമ ജബിൻ CH ചെയ്യുന്നതിനായി ശ്രീ അഡ്വക്കേറ്റ് റഷീദ് അലി സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി സംസ്ഥാന മീറ്റിൽ ലോങ് ജംപ് ജൂനിയർ വിഭാഗത്തിൽ പങ്കെടുത്ത ഷാൻ അമൽ കെ ചെയ്യുന്നതിനായി ശ്രീമതി നജ്മ തബ്ഷീറയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നാഷണൽ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് വിഭാഗത്തിൽ ബ്രോൺസ് മെഡൽ നേടിയ റയ തൗഫീഖ് വിതരണം ചെയ്യുന്നതിനായി സാഫ് ബോയ്സിലെ ക്ഷണിക്കുന്നു.
ഖത്ത ആൻഡ് കുമിത്തെ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ ഫാത്തിമ സിയ. വാപ്പു ഹാജിയെ ക്ഷണിക്കുന്നു. ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ നേടിയ യുംന. ബ്രോൺസ് മെഡൽ നേടിയ ഹിബ. ചെയ്യുന്നതിനായി PTA വൈസ് പ്രസിഡന്റ് ശ്രീ അബ്ദുസലാം സാഹിബിനെ ക്ഷണിക്കുന്നു. തിരൂർക്കാട് AM ഹയർ സെക്കൻഡറി സ്കൂൾ ആദ്യ ബാച്ചിലെ കുട്ടികളെ ഇപ്പോൾ ആദരിക്കുകയാണ്. ആദ്യ ബാച്ചിലെ കുട്ടികൾ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇവർ മുത്തച്ഛന്മാരും വല്ലുപ്പന്മാരും ഒക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ സ്കൂളിനെ സംബന്ധിച്ച് ഇവർ ആദ്യ ബാച്ചിലെ കുട്ടികൾ തന്നെയാണ്. സ്കൂൾ ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പളും ചേർന്ന് ഈ ആദ്യ ബാച്ചിലെ കുട്ടികളെ ആദരിക്കുന്നു. ഡോക്ടർ A. സാലി, പ്രിൻസിപ്പളും ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്ററും ആദ്യ ബാച്ചിലെ കുട്ടികളെ ആദരിക്കുന്നു. ഡോക്ടർ A. സാലി, മുഹമ്മദ് അഷ്റഫ്, അബ്ദു മുട്ടത്ത്. ഡോക്ടർ A. സാലിം, A. മുഹമ്മദ്, S. മുഹമ്മദ് അഷ്റഫ്, അബ്ദു മുട്ടത്ത്. അടുത്ത ശാസ്ത്രോത്സവത്തിൽ ടീച്ചിങ് എയ്ഡ് വിഭാഗത്തിൽ സമ്മാനാർഹരായിട്ടുള്ള അധ്യാപകരെ ആദരിക്കുന്നു. ആദ്യമായി ഹൈസ്കൂൾ വിഭാഗം സോഷ്യൽ സയൻസ് ടീച്ചിങ് എയ്ഡ് വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ മുബീൻ മാസ്റ്റർ. അടുത്തതായി UP വിഭാഗം ടീച്ചിങ് എയ്ഡ് മത്സരത്തിൽ A ഗ്രേഡ് നേടിയ സലീന ടീച്ചർ. വാർഡ് മെമ്പർ ഷിഹാദ് പേരയിൽ കൊടുക്കുന്നതാണ്. ആദ്യ ബാച്ചിലെ കുട്ടികളുടെ പ്രതിനിധിയായി ഡോക്ടർ A. സാലി ഇപ്പോൾ ആശംസകൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, ഹെഡ് മാസ്റ്റർ ശ്രമിക്കണം കുട്ടികളെ എന്ന് വിളിച്ചാൽ. നിങ്ങൾ ഞങ്ങളുടെ ബാച്ചിനെ പരിഗണിക്കുമ്പോൾ നിങ്ങളൊക്കെ കുട്ടികൾ തന്നെ. ബാപ്പുട്ടിയാർക്കും ഇബ്രാഹിം ക്ഷമിക്കാം. ഇവിടെ നിന്ന് ഇപ്പോൾ പിരിഞ്ഞു പോകുന്ന എല്ലാ
അധ്യാപകർക്കും ഞാൻ എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. അവരെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങളെപ്പറ്റി വല്ലതും പറയാം. ഞങ്ങൾ ഈ കുന്നിൻ്റെ മുകളിൽ ചെറിയൊരു കുന്നായിരുന്നു ഇത്. ഇങ്ങോട്ട് കയറി വന്നത് 1962-ലാണ്. 1962 ഇത് ഇവിടെ UP സ്കൂൾ വന്നു 6ാം ക്ലാസ് ആയിട്ട്. അന്ന് 5ാം ക്ലാസ് വരെ തിരൂർക്കാട് ജംഗ്ഷനിലായിരുന്നു സ്കൂൾ. നിങ്ങൾക്ക് ആർക്കും അറിയുന്നുണ്ടാവില്ല കാര്യം. സ്കൂൾ തിരൂർക്കാട് ജംഗ്ഷനിലായിരുന്നു. 1962 ഇവിടെ UP സ്കൂളായി വന്നു. 63 7ാം ക്ലാസ് വന്നു. 64 ഹൈസ്കൂൾ വന്നത്. അതിൻ്റെ ജൂബിലിയാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഈ ആഘോഷത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ സ്കൂൾ ഇവിടെ ആദ്യം അന്ന് കൂടിയപ്പോൾ വളരെ ചെറിയൊരു സ്കൂളായിരുന്നു. ഇത്രയും ജനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 10ാം ക്ലാസ്സിൽ 30 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് അധ്യാപകർ വളരെ കുറവായിരുന്നു. കുഞ്ഞാലിക്കുട്ടി മാസ്റ്റർ, കുട്ടികൃഷ്ണൻ മാസ്റ്റർ, കൊളത്തൂർ മൗലവി, പാർത്ഥസാരഥി മാസ്റ്റർ, അങ്ങനെ കുറച്ച് മാസ്റ്റർമാരുടെ പേരുകൾ പ്രത്യേകം ഓർക്കുന്നു. ഇപ്പോഴും വളരെ നല്ല ടീച്ചേഴ്സായിരുന്നു. ഞങ്ങൾ വളരെ നല്ല കുട്ടികളായി വർക്ക് ചെയ്തു. ജില്ലയിൽ ഏറ്റവും നല്ല റിസൾട്ടായിട്ട് ഞങ്ങൾ SSLC കഴിഞ്ഞത്. 30 പേരിൽ 26 പേരും ജയിച്ചു. അതായത് ജില്ലയിൽ 1ാം സ്ഥാനത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള വർഷമാണത്. കുറേ വർഷം അങ്ങനെ തന്നെ തുടർന്നു പോയിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അന്നിവിടെ പ്ലേ ഗ്രൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആ തോടിക്കര അവിടെ ഒരു വയലിലാണ് പോയിട്ട് പന്ത് കളിയും സ്പോർട്സ് മീറ്റും ഒക്കെ നടത്തിയിരുന്നത്. ഇപ്പോൾ ഇതാ വലിയ കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ഗ്രൗണ്ട് ഉണ്ടായിരിക്കുന്നു. എനിക്ക് മാനേജ്മെൻറ്റിനോട് പറയാനുള്ളത് ഇവിടെ ഒരു നല്ലൊരു സ്റ്റേഡിയം ഉണ്ടാക്കി എടുക്കണം. കുട്ടികളെ സ്പോർട്സ് വളരെ നല്ല പെർഫോമൻസ് ഞാൻ ഇവിടെ കണ്ടു. സമ്മാനം മേടിച്ചതെന്ന് മനസ്സിലാക്കി ഞാൻ. അപ്പോൾ ഈ സ്പോർട്സ് ഉത്തേജിപ്പിക്കുന്നത് വളർത്തിയെടുക്കാൻ ഈ ഗ്രൗണ്ട് പോരാ. കുറച്ച് സ്ഥലം എവിടെയെങ്കിലും ഉണ്ടാക്കിയെടുത്ത് നല്ലൊരു സ്റ്റേഡിയം ഉണ്ടാക്കിയെടുക്കണം. അതിന് എല്ലാവരുടെയും സഹകരണം തേടിയിട്ട് വേണ്ടി വന്നാൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹകരണം ആവശ്യപ്പെടുക. കുറച്ച് സ്ഥലം വെച്ച് സ്റ്റേഡിയം പണിയണം. കെട്ടിടങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലം ഈ കോമ്പൗണ്ട് മുഴുവൻ കെട്ടിടം